വർഷം 2023 ഫെബ്രുവരി 15 ഡൽഹി. ഡൽഹിയിലെ ഒരു റൂറൽ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അനോണിമസ് ഫോൺ കോൾ വന്നു. മെട്രോൺ എന്ന ഗ്രാമത്തിലുള്ള ഒരു ധാബയിൽ തെറ്റായ രീതിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നിങ്ങൾ ഉടനെ പോയി അവിടെ പരിശോധിക്കണം എന്ന് പറഞ്ഞ് ആ ഫോൺ കോൾ കട്ടായി. ഫോണിൽ പറഞ്ഞ കാര്യത്തിന്റെ സത്യാവസ്ഥ അറിയുന്നതിനായി പോലീസ് ഉടനെ തന്നെ ആ ധാബയിലേക്ക് പോയി. അവിടെ എത്തി പരിശോധിച്ച പോലീസിന് ഫോണിൽ പറഞ്ഞ രീതിയിലുള്ള ആക്ടിവിറ്റീസുകളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് ആ ധാബയിലെ ബ്ലൂ കളറിലുള്ള ഫ്രിഡ്ജ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫ്രിഡ്ജ് ഒരു കയറുകൊണ്ട് ചുറ്റിക്കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. ഇത് കണ്ട് സംശയം തോന്നിയ പോലീസ് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കി. അതിൽ അവർ കണ്ടത് ഒരു യുവതിയുടെ തണുത്തുറഞ്ഞ മൃതദേഹമായിരുന്നു. ആരാണ് ആ പെൺകുട്ടി? അവളെ ആരാണ് ഇങ്ങനെ ചെയ്തത്? അവൾക്ക് എന്താണ് സംഭവിച്ചത്? പ്രണയവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ക്രൈമുകളും കൂടുതലായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ പെൺകുട്ടികളും, ഇൻഫാക്ട് എല്ലാ ആൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്രൈം ടൈമിൽ കാണാൻ പോകുന്നത്. ഞാൻ രാജേഷ് ഗോപിനാഥ്. വെൽക്കം ടു ക്രൈം ടൈം. വർഷം 2018. ഹരിയാനയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ സുനിൽ യാദവ് എന്നൊരു മെക്കാനിക് താമസിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിന് 3 കുട്ടികളുമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും മൂത്ത മകളായിരുന്നു നിക്കി യാദവ്. പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്ന നിക്കിയുടെ ആഗ്രഹം ഒരു ഡോക്ടർ ആവുക എന്നതായിരുന്നു. വളരെയധികം കഷ്ടപ്പാടുകളുണ്ടെങ്കിലും സ്വന്തം മകളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനായി ആ അച്ഛൻ അവളെ ഡൽഹിയിലുള്ള ഒരു കോച്ചിങ് സെന്ററിൽ നീറ്റ് പഠിക്കുന്നതിനായി ജോയിൻ ചെയ്യിപ്പിച്ചു. നിക്കിയും അവിടെ ഒരു റൂമിൽ താമസിച്ച് ദിവസവും കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കുവാനായി തുടങ്ങി. അങ്ങനെ തൻ്റെ സ്വപ്നങ്ങളും പഠനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിക്കിയുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നു. അത് നിക്കി കോച്ചിങ് ക്ലാസ്സിന് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ബസ്സിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന സാഹിൽ എന്ന ചെറുപ്പക്കാരനായിരുന്നു. നിക്കിയെ പോലെ തന്നെ സാഹിലും ഡൽഹിയിലെത്തിയത് കോച്ചിങ്ങിന് വേണ്ടിയായിരുന്നു. അയാൾ ഡൽഹിയിലുള്ള ഉത്തം നഗർ എന്ന സ്ഥലത്ത് താമസിച്ച് SSC കോച്ചിങ് ചെയ്തു വരികയായിരുന്നു. ഇങ്ങനെ സ്ഥിരമായി ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ഈ 2 പേരും നല്ല സുഹൃത്തുക്കളായി മാറി. ആ സൗഹൃദം പ്രണയമായി മാറുവാനും അധികം സമയം വേണ്ടി വന്നില്ല. ഇങ്ങനെ അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുവരും ലിവിംഗ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പുതുതായൊരു വീടെടുത്ത് അവർ ഒരുമിച്ച് താമസിക്കുവാനും തുടങ്ങി. എന്നാൽ ഈ കാര്യം ഇവർക്ക് വളരെ ക്ലോസ് ആയിരുന്ന സുഹൃത്തുക്കളോടല്ലാതെ ആരോടും ഇവർ 2 പേരും പറഞ്ഞിരുന്നില്ല. 2 പേരും അങ്ങനെ 2019 മുതൽ 2020 മാർച്ച് വരെ ഹാപ്പിയായി ലിവിംഗ് ടുഗദർ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 2020 മാർച്ചിൽ കൊറോണ വ്യാപകമായതോടെ എല്ലായിടങ്ങളിലും ലോക്ക്ഡൗൺ കർശനമാകാൻ തുടങ്ങി. സോ ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്നറിഞ്ഞ നിക്കിയുടെ അച്ഛൻ മകളോട് തിരിച്ച് നാട്ടിലേക്ക് വരാനായി പറഞ്ഞു. വേറെ വഴിയില്ലാതെ സാഹിലും നിക്കിയും സ്വന്തം വീടുകളിലേക്ക് തിരിച്ചുപോയി. വീട്ടിൽ എത്തിയെങ്കിലും ഫോൺ കോളുകൾ വഴിയും വീഡിയോ കോളുകൾ വഴിയും അവരുടെ റിലേഷൻഷിപ്പ് അവർ തുടർന്നുകൊണ്ടേയിരുന്നു. 2021 സ്റ്റാർട്ടിങ്ങിൽ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസ് എല്ലാം അല്പം കുറച്ച് ട്രാവൽ ചെയ്യാനൊക്കെയുള്ള അനുമതി ഗവൺമെൻറ് നൽകി. ആ സമയം എക്സാംസ് ഉണ്ട് എന്ന് വീട്ടിൽ കള്ളം പറഞ്ഞ് 2 പേരും തിരിച്ച് ഡൽഹിയിലെത്തി ഒരുമിച്ച് കുറച്ചുനാൾ താമസിച്ചിട്ട് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇങ്ങനെ ഹാപ്പിയായി പോയിക്കൊണ്ടിരുന്ന ഇവരുടെ ലവ് സ്റ്റോറിയിൽ ഒരു വലിയ പ്രോബ്ലം അപ്പോഴാണ് വന്നത്. സാഹിലിന്റെ വീട്ടിൽ അവൻ്റെ അച്ഛനും അമ്മയും മകനെ കല്യാണം കഴിപ്പിക്കുന്നതിനായി വിവാഹാലോചനകൾ നോക്കാനായി തുടങ്ങി. കുട്ടിക്കാലം മുതൽക്കേ സ്വന്തം അച്ഛനായ വീരേന്ദ്ര സിംഗിനെ സാഹിലിന് വളരെ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹാലോചന വീട്ടിൽ നോക്കാൻ തുടങ്ങിയപ്പോഴൊന്നും നിക്കിയെക്കുറിച്ചോ അവൻ്റെ പ്രണയത്തെക്കുറിച്ചോ അവർ ലിവിംഗ് റിലേഷൻഷിപ്പിൽ ആയിരുന്നു എന്നതിനെക്കുറിച്ചോ അവൻ വീട്ടിൽ പറഞ്ഞില്ല. ഇതുകൊണ്ട് തന്നെ സാഹിലിന് ആലോചനകൾ നോക്കിയ അവൻ്റെ വീട്ടുകാർ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവൻ്റെ വിവാഹവും ഉറപ്പിച്ചു. ഇങ്ങനെ സാഹിലിന്റെ വീട്ടിൽ വിവാഹാലോചനകൾ നോക്കാൻ തുടങ്ങിയ സമയം മുതൽ നിക്കിയോട് സംസാരിക്കുന്നതും കാണാനായി പോകുന്നതുമെല്ലാം സാഹിൽ കുറച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാഹിലിന്റെ എൻഗേജ്മെന്റ് നടന്ന കാര്യം എങ്ങനെയോ നിക്കി അറിഞ്ഞു. അതുമാത്രമല്ല, തൊട്ടടുത്ത ദിവസം, അതായത് ഫെബ്രുവരി 10 സാഹിലിന്റെ കല്യാണം ആണ് എന്നും അവൾ മനസ്സിലാക്കി.
സോ ഫെബ്രുവരി 9 നിക്കി സാഹിലിന് ഫോൺ ചെയ്തു. നീ എന്നെ ഇത്രയും നാൾ സ്നേഹിച്ചിട്ട് നിനക്കെങ്ങനെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായി കഴിയും? നിനക്കെങ്ങനെ എന്നെ ചീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ വഴക്കിടാനായി തുടങ്ങി. അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ നീ ഇവിടെ വരണം. അങ്ങനെ വന്നില്ല എങ്കിൽ നിന്റെ പേരെഴുതി വെച്ച് ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്നും നിക്കി പറഞ്ഞു. ഇത് കേട്ട് പേടിച്ച സാഹിൽ അപ്പോൾ തന്നെ തൻ്റെ വീട്ടിൽ നിന്നും കാറെടുത്ത് നിക്കിയെ കാണാനായി ഇറങ്ങി. ഡൽഹിയിലുള്ള നിക്കിയുടെ റൂമിലെത്തിയ സാഹിൽ നിക്കിയെ പിക്കപ്പ് ചെയ്ത് 2 പേരും കൂടി കാറിൽ പുറത്തേക്ക് പോയി. നിനക്ക് കല്യാണം ഉറപ്പിച്ച കാര്യം നീ എന്നോട് പറയാതെ ഇത്രയും നാൾ നീ എന്നെ ചീറ്റ് ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ട് നിന്റെ വീട്ടിൽ നീ നമ്മുടെ കാര്യം പറഞ്ഞില്ല എന്ന് നിക്കി ചോദിക്കുന്നു. അതിന് സാഹിൽ, എൻ്റെ അച്ഛൻ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കില്ല, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറയുന്നു. സാഹിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നിക്കി അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ അവർ 2 പേരും കൂടി കാറിൽ വഴക്കുണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയ അവർ വിജനമായ ഒരു സ്ഥലത്ത് കാർ നിർത്തി സംസാരിക്കുവാനായി തുടങ്ങി. അപ്പോൾ നിക്കി, നിന്റെ അച്ഛനോട് നീ എൻ്റെ കാര്യം പറയണ്ട, നമുക്ക് 2 പേർക്കും കൂടി എവിടേക്കെങ്കിലും ഒളിച്ചോടി പോകാം എന്ന് പറയുന്നു. എന്നാൽ തൻ്റെ ഫാമിലിയുടെ മാനം പോകും എന്ന് പറഞ്ഞ സാഹിൽ ഇതിന് സമ്മതിച്ചില്ല. ഇത് കേട്ട് ദേഷ്യപ്പെട്ട നിക്കി, നീ വേറെ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഞാൻ നേരെ നിന്റെ വീട്ടിൽ വന്ന് എല്ലാവരോടും സത്യം തുറന്നു പറയും എന്ന് പറയുന്നു. ഇത് കേട്ട സാഹിലിന് ഒരേ സമയത്തിൽ ദേഷ്യവും ഭയവും വന്നു. ഉടനെ തന്നെ കാറിലുണ്ടായിരുന്ന ഫോണിന്റെ ചാർജർ വയർ കയ്യിലെടുത്ത സാഹിൽ നിക്കിയുടെ കഴുത്തിൽ ചുറ്റിമുറുക്കി ഞെരിക്കുവാനായി തുടങ്ങി. ഇങ്ങനെ ചെയ്യുമ്പോൾ നിക്കി നിലവിളിക്കാനായി തുടങ്ങി. എന്നാൽ ചാർജർ വയർ വളരെ തിന്നായിരുന്നതുകൊണ്ട് ചുറ്റിമുറിക്കുമ്പോഴുള്ള അതിൻ്റെ പ്രഷറും വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവസാനം ആ കാറിനുള്ളിൽ വെച്ച് നിക്കി മരണപ്പെടുന്നു. ദേഷ്യത്തിൽ കൊല ചെയ്ത സാഹിലിന് താൻ ചെയ്ത കാര്യത്തിൻ്റെ സീരിയസ്നെസ് അപ്പോഴാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. നാളെ കല്യാണമായിട്ട് നിക്കിയുടെ ബോഡി ഇപ്പോൾ എന്ത് ചെയ്യും എന്നവൻ ചിന്തിക്കാനായി തുടങ്ങി. അപ്പോഴാണ് അവന് സ്വന്തം ദാബയുടെ കാര്യം ഓർമ്മ വന്നത്. കല്യാണമായതുകൊണ്ട് ദാബ അവധിയാണ്. പണിക്കാരും കല്യാണ ജോലികൾക്കായി വീട്ടിലാണ്. സോ അവിടെ ആരും ഉണ്ടാകില്ല എന്നുറപ്പിച്ച സാഹിൽ നിക്കിയുടെ മൃതദേഹം മറച്ചുവെക്കാൻ തൻ്റെ ദാബ തന്നെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ദാബയിലെത്തിയ സാഹിൽ നിക്കിയുടെ ബോഡി ഫ്രിഡ്ജിൽ വെച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി ഒന്നും നടക്കാത്ത രീതിയിൽ തൊട്ടടുത്ത ദിവസം തന്നെ വിവാഹവും കഴിക്കുന്നു. എല്ലാ ദിവസവും വിളിക്കുന്ന മകൾ 2 ദിവസമായി തന്നെ വിളിക്കുന്നില്ല. താൻ വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. ഇതിനാൽ സംശയം തോന്നിയ നിക്കിയുടെ അച്ഛൻ സുനിൽ യാദവ് നിക്കിയുടെ റൂംമേറ്റിനോട് അന്വേഷിച്ചപ്പോൾ മകൾ മുസൂരിക്ക് ടൂർ പോയിരിക്കുന്നതായി അവർ പറഞ്ഞു. നിക്കിയുടെ അച്ഛനും ടൂർ പോയ സ്വന്തം മകൾ ഉടനെ തിരിച്ചെത്തും എന്ന വിശ്വാസത്തോടെയിരുന്നു. അങ്ങനെ 3 ദിവസങ്ങൾ കടന്നുപോയി. മകളെക്കുറിച്ച് ഒരു വിവരവും കിട്ടാത്തതിനാൽ ആ പിതാവ് ഫെബ്രുവരി 14 പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തു. ഇതേ സമയം തന്നെയാണ് സാഹിലിൻ്റെ ദാബയിൽ എന്തോ തെറ്റായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് പോലീസിന് ആ അനോണിമസ് കോൾ വന്നത്. അതിനുശേഷമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നിക്കിയുടെ ബോഡി പോലീസ് കണ്ടെത്തുന്നത്. ഇപ്പോൾ സാഹിൽ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയ പോലീസ് ഫെബ്രുവരി 15 സാഹിലിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം സാഹിൽ നടത്തിയ കൺഫെഷനാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത്. സാഹിൽ പറഞ്ഞ ഈ കാര്യങ്ങളും മോട്ടീവും എല്ലാം കറക്റ്റ് ആണല്ലോ. കേസ് ഇവിടെ സോൾവ് ആയില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ സാഹിലിൻ്റെ കൺഫെഷൻ കേട്ട് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നിയ പോലീസ് നിക്കിയുടെ റൂമിലെത്തി പരിശോധിക്കാനായി തുടങ്ങി. അങ്ങനെ റൂമിൽ സെർച്ച് ചെയ്ത പോലീസിന് 2 വലിയ ട്വിസ്റ്റുകൾ കാത്തിരിപ്പുണ്ടായിരുന്നു. നിക്കിയുടെ റൂം പരിശോധിച്ച പോലീസിന് അവിടെ നിന്നും ഒരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ കണ്ട പോലീസ് ഒരു നിമിഷം ഷോക്കായി നിന്നു. സാഹിൽ പോലീസിനോട് സമ്മതിച്ചത് അവനാണ് അവൻ്റെ ഗേൾഫ്രണ്ടായ നിക്കി യാദവിനെ കൊന്നത് എന്നായിരുന്നു. എന്നാൽ അവൻ കൊന്നത് ഗേൾഫ്രണ്ടായ നിക്കി യാദവിനെ ആയിരുന്നില്ല, അവൻ്റെ വൈഫായ നിക്കി യാദവിനെ ആയിരുന്നു. യെസ്, നിക്കിയുടെ റൂമിൽ കിട്ടിയ ആ ഫോട്ടോ 2020 ഒക്ടോബർ 1 അവർ എടുത്ത സാഹിലിൻ്റെയും നിക്കിയുടെയും വിവാഹ ഫോട്ടോയായിരുന്നു. 2 വർഷം ലിവിംഗ് ടുഗദറിലിരുന്ന ഇവർ 2 പേരും നോയിഡയിലുള്ള ഒരു അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചിരുന്നു. സോ ഇപ്പോൾ സാഹിൽ പോലീസിനോട് പറഞ്ഞതെല്ലാം അവൻ്റെ സൈഡിലെ സ്റ്റോറി മാത്രമാണ് എന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് വേണ്ട രീതിയിൽ സാഹിലിനെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വന്നു. ഇവിടെയാണ് പോലീസിന് ആ 2ാമത്തെ ട്വിസ്റ്റ് കാത്തിരുന്നത്. അങ്ങനെ സാഹിൽ നടത്തിയ കൺഫെഷൻ ഇതാണ്.
സാഹിൽ ആദ്യം പറഞ്ഞതുപോലെ ഫെബ്രുവരി 9-ാം തീയതി നിക്കിയെ കാണാനായി സാഹിൽ വീട്ടിൽ നിന്നും കാറുമെടുത്തിറങ്ങി. അങ്ങനെ രാവിലെ 11 മണിക്ക് നിക്കിയുടെ റൂമിൽ എത്തിയ സാഹിൽ നിക്കിയെ കാറിൽ പിക്ക് ചെയ്തു. ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർ തമ്മിൽ വഴക്കിടാനായി തുടങ്ങി. നിക്കി സാഹിലിനോട് എങ്ങനെ നിനക്ക് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായി കഴിയും എന്ന് ചോദിക്കുന്നു. എന്നാൽ അതിന് സാഹിൽ പറഞ്ഞത്, എനിക്കും ഈ മാരേജിൽ ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് 2 പേർക്കും കൂടി ഗോവ അല്ലെങ്കിൽ ഹിമാലയ അങ്ങനെ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകാം, അവിടെ പോയി ലീഗലായി വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്നതിനായി നിക്കിയെ വൈകുന്നേരം 3 മണിക്ക് അവളുടെ റൂമിൽ ഡ്രോപ്പ് ചെയ്യുന്നു. ഇതേസമയം നിക്കിയും താൻ ഇങ്ങനെ പോയാൽ തൻ്റെ അച്ഛൻ തന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മിസ്സിംഗ് കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാതെ ഇരിക്കാൻ വേണ്ടി റൂംമേറ്റായ ഒരു പെൺകുട്ടിയോട് മാത്രം അച്ഛൻ വിളിക്കുകയാണ് എങ്കിൽ താൻ മുസൂറിക്ക് പോയിരിക്കുന്നതായി പറയണം എന്ന് പറയുന്നു. എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി നിന്ന നിക്കിയെ രാത്രി 11 മണിക്ക് സാഹിൽ വീണ്ടും കാറിൽ പിക്കപ്പ് ചെയ്യുന്നു. ഇത് അവിടെയുള്ള ചില ആളുകൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം അവിടുത്തെ CCTV ക്യാമറയിലും റെക്കോർഡായിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിയിൽ ഗോവയിലേക്ക് പോകുന്നില്ല, അതിൻ്റെ പ്ലാൻ താൻ ക്യാൻസൽ ചെയ്തു എന്നും ഇങ്ങനെ പോയാൽ തൻ്റെ ഫാമിലിക്ക് മൊത്തം നാണക്കേടാകും എന്നും സാഹിൽ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന നിക്കി കല്യാണത്തിൽ വന്ന് എല്ലാം തുറന്നു പറഞ്ഞ് കല്യാണം മുടക്കും എന്ന് പറയുന്നു. ദേഷ്യം വന്ന സാഹിൽ മുൻപ് പറഞ്ഞതുപോലെ ഒരു വിജനമായ സ്ഥലത്ത് വണ്ടി നിർത്തി അവിടെ ഉണ്ടായിരുന്ന ചാർജിംഗ് കേബിൾ എടുത്ത് നിക്കിയുടെ കഴുത്തിൽ മുറുക്കി അവളെ കൊലപ്പെടുത്തുന്നു. ഇതിനുശേഷം നിക്കിയുടെ ബോഡി ഫ്രണ്ട് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഒരു പാസഞ്ചർ ഇരിക്കുന്നത് പോലെ സെറ്റ് ചെയ്യുന്നു. ഇതിനുശേഷമാണ് ആ 2ാമത്തെ ട്വിസ്റ്റ് നടക്കുന്നത്. നാളെ തൻ്റെ വിവാഹമാണ്. സോ നിക്കിയെ കൊന്ന കാര്യം ഇനി അധിക നേരം മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സാഹിൽ അച്ഛനായ വീരേന്ദ്ര സിംഗിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. സാഹിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട വീരേന്ദ്ര സിംഗ്, നീ ഉടനെ തന്നെ ദാബയിലേക്ക് വാ എന്ന് പറയുന്നു. അങ്ങനെ സാഹിൽ ദാബയിലെത്തിയപ്പോൾ അവിടെ സാഹിലിൻ്റെ അച്ഛനും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും ചേർന്ന് കാറിലിരുന്ന് നിക്കിയുടെ ഡെഡ് ബോഡി എടുത്ത് ഫ്രിഡ്ജിൽ ഒളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് ഒന്നും നടക്കാത്ത പോലെ അടുത്ത ദിവസം രാവിലെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹവും കഴിക്കുന്നു. സാഹിലിന്റെ ഈ കൺഫെഷന് ശേഷം സാഹിലിന്റെ അച്ഛനായ വീരേന്ദ്ര സിംഗിനെയും 4 ഫ്രണ്ട്സിനെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ ഒരു മകളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവളെ പഠിക്കാനായി അയച്ച ആ അച്ഛനെക്കുറിച്ചോർത്ത് വിഷമിക്കണോ? അതോ പഠിക്കാൻ പോയപ്പോൾ ഒരു പയ്യനെ പ്രേമിച്ചു എന്നത് തെറ്റല്ല, എന്നാൽ വീട്ടുകാരോട് പോലും പറയാതെ ലിവിംഗ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് അവനെ മാത്രം വിശ്വസിച്ച് അവസാനം അവൻ്റെ കൈകൊണ്ട് തന്നെ മരണപ്പെട്ട നിക്കിയെ ഓർത്ത് സഹതിപ്പിക്കണോ എന്നും മനസ്സിലാക്കുന്നില്ല. പ്രണയം ഒരിക്കലും തെറ്റല്ല. ഇവിടെ പ്രണയിച്ച് വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ചിലപ്പോഴെല്ലാം നമ്മൾ എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായി 2 തവണയെങ്കിലും നമ്മൾ ആലോചിക്കണം. വീണ്ടും മറ്റൊരു ക്രൈമുമായി ക്രൈം ടൈമിൽ കാണാം. ടിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.